ഈ നെതന്യാഹു എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ? കാരണം ഖത്തറിനെ വിളിച്ച് മാപ്പ് പറഞ്ഞ് ചെയ്തത് തെറ്റായിപ്പോയി കാല് പിടിക്കുകയല്ലേ ശരിക്കും ചെയ്തത് നെതന്യാഹു? ആ മാപ്പല്ല, കോപ്പാ പറഞ്ഞത്. ഇന്നലത്തെ ചാനലുകൾ രാത്രി നോക്കണം, എല്ലാത്തിനും ബ്രേക്കിംഗ്. നെതന്യാഹുവിൻ്റെ പോസ്റ്റ് ഞാൻ വായിക്കാം. ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ. അപ്പോൾ അത് പറയും മുമ്പ് ഒരു കാര്യം ആമുഖമായിട്ട് പറയട്ടെ. ഒന്നെങ്കിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ പാവം സുടുക്കൾക്ക് വേദന ഉണ്ടാവുന്ന കാര്യങ്ങൾ പറയാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അതിനു വേണ്ടിയിട്ട് പച്ചക്കള്ളം പറയും. സുഡാപ്പിക്ക് വേദനിക്കാൻ പാടില്ലല്ലോ. നോക്കൂ, ഇത് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം, മലയാളവും പറയാം. ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ. ദ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഇൻ എ ഫോൺ കോൾ വിത്ത് ഖത്തറി പ്രൈം മിനിസ്റ്റർ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ എന്നുള്ള ഒഫീഷ്യൽ ഹാൻഡ്, അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒഫീഷ്യൽ അറിയിപ്പാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം അങ്ങോട്ട് പറയണം. അതായത് ഖത്തർ പ്രധാനമന്ത്രിയോട് നെതന്യാഹു സംസാരിക്കുകയാണ്, അതിൻ്റെ റെക്കോർഡാണ്. മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, ഐ വാണ്ട് you to know that Israel regrets that one of your citizens was killed in our strike. മിസ്റ്റർ പ്രധാനമന്ത്രി ഖത്തർ പ്രധാനമന്ത്രിയോട് പറയുകയാണ്, ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ഒരു പൗരൻ ഞങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന ഖേദകരമായ കാര്യം ഞാൻ അറിഞ്ഞു, അതിൽ ഖേദമുണ്ട്. എവിടെ മാപ്പ്? ഖേദിക്കുന്നു. അടുത്തത്, ഐ വാണ്ട് ടു അഷ്വർ ദാറ്റ് ഇസ്രായേൽ വാസ് ടാർഗറ്റിംഗ് ഹമാസ് നോട്ട് ഖത്രീസ്. ഞാൻ ഉറപ്പു നൽകുന്നു ഇസ്രയേൽ ആക്രമിച്ചത് ഖത്തറിനെയല്ല, ഹമാസിനെയാണ്. ഐ വാണ്ട് ആൾസോ ടു അഷ്വർ യു ദാറ്റ് ഇസ്രയേൽ ഹാസ് നോ പ്ലാൻ ടു വയലേറ്റ് യുവർ സോവർണിറ്റി എഗെയിൻ ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ നിങ്ങളുടെ പരമാധികാരത്തെ ലംഘിക്കാൻ ഞങ്ങൾക്ക് ഒരു പ്ലാനും ഇപ്പോഴില്ല. ആൻഡ് ഐ ഹാവ് മെയ്ഡ് ദാറ്റ് കമ്മിറ്റ്മെൻറ്റ് ടു ദ പ്രസിഡൻറ്റ്. അത് ഞാൻ നിങ്ങളുടെ പ്രസിഡൻറ്റിനോടും പറഞ്ഞിട്ടുണ്ട്. അത് പ്രസിഡന്റ് എനിക്ക് ചിലപ്പോൾ ട്രംപിനോടൊന്നായിരിക്കാം. ഖത്തറിന് പ്രസിഡന്റ് ഇല്ലല്ലോ, ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രംപ് അല്ലെങ്കിൽ പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട്. ഐ ആൾസോ വാണ്ട് ടു അഷ്വർ ദാറ്റ് ഇസ്രായേൽ ഹാസ് നോ പ്ലാൻ. അത് വായിച്ചതോ? ഇനി അടുത്തത് കേൾക്കണം. കാല് പിടിച്ചു എന്ന് പറഞ്ഞല്ലേ പറഞ്ഞത്? അടുത്തത് കേൾക്കൂ. ഖത്തറിനോട് ചങ്ക് വിരിച്ച് തലയോർത്ത് പിടിച്ച് നെതന്യാഹു പറയുകയാണ്, ഐ നോ യുവർ ലീഡർഷിപ്പ് ഹാസ് ഗ്രിവൻസസ് എഗൻസ്റ്റ് ഇസ്രായേൽ. എനിക്കറിയാം നിങ്ങളുടെ നേതൃത്വത്തിന് ഇസ്രായേലിനോട് ചില പരാതികളുണ്ടെന്ന് എനിക്ക് അറിയാം. ഇസ്രായേൽ ഹാസ് ഗ്രീവൻസസ് എഗൻസ്റ്റ് ഖത്തർ. ഇസ്രായേലിന് ഖത്തറിനോടും ചില പരാതികളുണ്ട്. ഫ്രം സപ്പോർട്ട് ഫോർ ദ മുസ്ലിം ബ്രദർഹുഡ് ടു ഹൗ ഇസ്രായേൽ ഈസ് portrayed on Al Jazeera to support the anti-Israel sentiment on കോളേജ് ക്യാമ്പസ്. എന്തിനാണ് ഞങ്ങൾക്ക് എതിർപ്പുള്ളത്? നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് ചില എതിർപ്പുണ്ട് നിങ്ങളുടെ ലീഡർഷിപ്പിന്. അമീറാണല്ലോ അവിടുത്തെ പ്രധാനപ്പെട്ട ആൾ, പ്രധാനമന്ത്രി അതിന് താഴെയുള്ള ആളാണ്. നിങ്ങളുടെ ലീഡർഷിപ്പിന് ഞങ്ങളെക്കുറിച്ച് പരാതിയുള്ളതുപോലെ ഞങ്ങൾക്ക് നിങ്ങളോടും പരാതിയുണ്ട്. എന്തൊക്കെയാണ്? മുസ്ലിം ബ്രദർഹുഡിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്, പിന്നെ ആൻറ്റി ഇസ്രയേൽ ക്യാമ്പയിനുകൾ കോളേജ് ക്യാമ്പസുകളിൽ പ്രചരിപ്പിക്കുന്നതിന് അൽ ജസീറ എന്ന് പറയുന്ന ഈ ചാനലിലൂടെ, ഖത്തറിൻ്റെ ചാനലിലൂടെ വ്യാജം പ്രചരിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് നിങ്ങളോടും പരാതിയുണ്ട്. ഖത്തറിനോട്. ഇതാണ് മാപ്പ്. അല്ല, ചാനലിലെല്ലാം വന്നേക്കുന്നത് നെതന്യാഹു മാപ്പ് പറഞ്ഞു, നെതന്യാഹു കാത്തു പറഞ്ഞു, ഷൂ നക്കി. ഇപ്പൊ പോസ്റ്റ് കണ്ടു, അങ്ങനെ ഖത്തർ അമീറിന്റെ ഷൂ നക്കി നെതന്യാഹു, അങ്ങനെയുണ്ടല്ലോ. അങ്ങനെ ഒരു പോസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ ഏതോ ഒരു സുഡു ഇങ്ങനെ നിർവൃതി അടയാണ്, ആത്മരതി അടയാണ്. ഐ വെൽക്കം ദ പ്രസിഡൻറ്റ്സ് ഐഡിയ ടു എസ്റ്റാബ്ലിഷ്. പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ കാര്യമാണ് കേട്ടോ. ഐ വെൽക്കം ദ പ്രസിഡൻറ്റ്സ് ഐഡിയ ടു എസ്റ്റാബ്ലിഷ് എ ട്രൈലാറ്ററൽ ഗ്രൂപ്പ് ടു അഡ്രസ് ബോത്ത് അവർ കൺട്രീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഗ്രീവൻസസ്. നിലവിലുള്ള പരാതികൾ പരിഹരിക്കാൻ ഒരു ത്രികക്ഷി ചർച്ച നടത്താൻ, അതായത് ഇസ്രായേൽ, ഖത്തർ, അമേരിക്ക, ത്രികക്ഷി ചർച്ച നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഇതിലെവിടെയാണ് മാപ്പ്? അപ്പോളജി എന്നൊരു വാക്ക് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? റിഗ്രറ്റ്. എന്തിനാണ്? നിങ്ങളുടെ ഒരു പൗരൻ ഞങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ ഖേദിക്കുന്നു. ഇതാണോ മാപ്പ്? എവിടെ മാപ്പ്? ഇപ്പോൾ മാത്രമല്ല, മാപ്പ് മാത്രമല്ല, ഇപ്പോൾ ഇത് കഴിഞ്ഞല്ലോ. ഇനി ഇത് കഴിയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ മുങ്ങിപ്പോയി കേട്ടോ. ഇത് മുങ്ങിപ്പോയി. ഇപ്പോൾ ഈ മാപ്പ് പറഞ്ഞ വാർത്തകളൊന്നും കാരണം വെടിനിർത്തൽ കരാർ വന്നു. 20 ദിന വെടിനിർത്തൽ കരാർ ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ചു, ഇസ്രായേൽ അംഗീകരിച്ചു. കാരണം ഇസ്രായേലിനൊന്നും പോകാനില്ല. ഇസ്രായേൽ നിരന്തരം പറയുന്ന കാര്യങ്ങളാണ് അമേരിക്ക പറയുന്നത്. കാരണം ഹമാസ് പൂർണ്ണമായും
ആയുധം താഴെ വെക്കണം, ഹമാസിനെ നിരായുധീകരിക്കണം, ബന്ദികളെ മുഴുവൻ തിരിച്ചു കിട്ടണം. ഇത് രണ്ടുമാണ് ഇസ്രായേലിൻ്റെ ആവശ്യം. ഇത് രണ്ടും അമേരിക്ക മുന്നോട്ട് വെച്ച 20 വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് രണ്ടും മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആയുധം താഴെ വെച്ചാൽ ഹമാസ് ഉണ്ടോ? പിന്നെ ഇല്ല. ബന്ദികളെ വിട്ടുകെടുത്താൽ പിന്നെ ഹമാസ് ഉണ്ടോ? വില വെച്ചാൻ പറ്റില്ല. അപ്പോൾ ഇത് 20 പാക്കേജിലെ ആദ്യത്തെ 2 കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഹമാസിനുള്ള പണിയാണിത്. ഹമാസിനുള്ള പണിയല്ലേ? മാത്രമല്ല അതിൻ്റെ ഏറ്റവും അവസാനം ഒരു ക്ലോസ് ഉണ്ട്. ഈ വ്യവസ്ഥ അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇസ്രായേലിന് ഇഷ്ടം പോലെ ചെയ്യാം. കൂടെ ഞങ്ങളും ഉണ്ടാവും. കൂടെ ഞങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവരെ പലസ്തീൻ രാജ്യത്തെ സപ്പോർട്ട് ചെയ്ത കാനഡ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ അടക്കമുള്ളവർക്കൊക്കെ അമേരിക്കയുടെ പിന്നാലെ വരേണ്ടി വരും. അപ്പോൾ ഇസ്രായേലിൻ്റെ കൂടെ വീണ്ടും അമേരിക്ക വരിക എന്ന് പറഞ്ഞാൽ അമേരിക്ക നേരിട്ട് ഹമാസിനെയൊക്കെ തീർക്കാൻ രംഗത്ത് ഇറങ്ങുന്ന ഒരു അർത്ഥം കൂടെ ഉണ്ടല്ലോ. അങ്ങനെയും വരാം. കാരണം ഇസ്രായേലിൻ്റെ കൂടെ വീണ്ടും അല്ല, ഇസ്രായേലിൻ്റെ കൂടെ എപ്പോഴും അമേരിക്ക ഉണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ അമേരിക്ക മുൻകൈ എടുത്ത് ഒരു വെടിനിർത്തൽ കരാറുണ്ടാക്കി. ഇസ്രായേൽ ഓക്കെ പറഞ്ഞു. കാരണം നെതന്യാഹു നോക്കുമ്പോൾ നെതന്യാഹുവിന് ഒന്നും പോകാനില്ല. നെതന്യാഹുവിൻ്റെ ലക്ഷ്യം എന്താ? ഒരൊറ്റ ഹമാസും ഇനി ഗാസയിൽ ഉണ്ടാവാൻ പാടില്ല. അതല്ലേ ഈ കരാറിൽ പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഈ പലസ്തീനെ രക്ഷിക്കണം, ഇസ്രായേലിൻ്റെ ആക്രമണം അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് കാമ്പയിൻ നടത്തുന്ന കേരളത്തിലെ സുടുക്കൽ ഇന്ന് രാവിലെ വരെ നെതന്യാഹു കീഴടങ്ങി മാപ്പ് പറഞ്ഞു എന്ന് പറയും. ഈ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് എന്ത് പറയും? ഒന്നും പറയുന്നില്ല. അല്ല, മൗനമാണ്, അനക്കമില്ല. അപ്പോൾ ഈ ഇന്നലെ കേട്ട ഈ മാപ്പ് പറഞ്ഞു അല്ല നെതന്യാഹു കാല് പിടിച്ചു എന്നൊക്കെ പറയുന്ന വാർത്തയ്ക്ക് ഇന്ന് വലിയ പ്രാമുഖ്യമില്ല. ഇതുകൊണ്ടായിരിക്കാം അല്ലേ വാർത്ത പതുക്കി. ഇവിടെ ഒരു നിലവിളി അടക്കി പിടിച്ച് ഗദ്ഗതമാണ്. തീർന്നല്ലോ, ഹമാസിൻ്റെ കച്ചവടം തീർന്നു. ഹമാസിനെ സംബന്ധിച്ച് ഹമാസ് ഈ വെടിനിർത്തൽ കരാറിനെ സംബന്ധിച്ചാൽ ഇവിടുത്തെ സുടുക്കൾ എന്ത് പറയും? ഹമാസ് പോരാളികൾ കണ്ടില്ലേടാ, ഇസ്രായേലിനെ തവിടുപൊടിയാക്കും, ഇസ്രായേലിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ പോരാടും, ഞങ്ങൾക്ക് മരണത്തിൽ ഭയമില്ല എന്നൊക്കെ പറയുന്ന ഹമാസ് ഈ വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് നിരായുധീകരണം എന്ന് പറഞ്ഞാൽ ആയുധം താഴെ വെക്കലിന് സമ്മതിച്ചാൽ ബന്ദികളെയും കൈവശമുള്ള മൃതദേഹങ്ങളും നിരുപാധികം വിട്ടുകൊടുത്താൽ സുടുക്കളെ എന്തു പറയും? നിങ്ങൾ ഹമാസെ ഭീരുക്കളെന്ന് വിളിക്കോ, അതോ ഇനി പോരാളികളെന്ന് വിളിക്കോ? ഇനി സമ്മതിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താ? ഇപ്പോൾ നടക്കുന്നതിൻ്റെ 10 മടങ്ങ് ശക്തിയിൽ നെതന്യാഹു ആഞ്ഞടിക്കും. അപ്പോൾ ഏതായാലും ഗാസയുടെ കാര്യത്തിൽ ട്രംപിന് നോബൽ സമ്മാനം വേണം എന്ന് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ട്രംപിനോടുള്ള നമുക്ക് ചില നീരസങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള നിലപാട് എടുക്കുന്നതുകൊണ്ട് ട്രംപിനോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ പോലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഇടപെടലും വിജയവും തന്നെയാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ നോക്കൂ, ഇത് തന്നെയല്ലേ നേരത്തെ കഴിഞ്ഞ ടൈമിലും ട്രംപ് എടുത്ത നിലപാട്? അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹകരണത്തോടെയും സമ്മതത്തോടും കൂടി ഒരു കരാറിലേക്ക് പോകുന്നു. ആ കരാറ് യാഥാർത്ഥ്യമാകുമെന്ന് വന്നപ്പോഴാണ് ഒക്ടോബർ 7, 2023 ഹമാസ് ഭീകരന്മാർ അവിടെ ആക്രമണം നടത്തിയത്. ഇപ്പോൾ വീണ്ടും ഇതിന് ഖത്തറിൻ്റെ സമ്മതമുണ്ട്. ഖത്തറാണ് ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഖത്തറാണ്. അമേരിക്ക ഈ നിലപാടിലേക്ക് വന്ന് സൗദി അറേബ്യയ്ക്ക് അമേരിക്കയുടെ നിലപാടിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും, ജോർദാന് നിൽക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ ലോകത്തിലെ അറബ് രാജ്യങ്ങൾക്ക്, ഇസ്ലാമിക രാജ്യങ്ങൾക്കാകെ അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ വെടിനിർത്തൽ പദ്ധതിയെ അംഗീകരിക്കേണ്ടി വരും. അംഗീകരിക്കാതിരിക്കാൻ പോകുന്നത് ആരായിരിക്കും? ഹമാസ് മാത്രമായിരിക്കും. അപ്പോൾ ഹമാസിനെ സംബന്ധിച്ച് ഹമാസിൻ്റെ കഥ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് വെടിനിർത്തൽ അംഗീകരിച്ച് കരാർ ഒപ്പുവിട്ടാൽ ഹമാസിൻ്റെ പല്ലും നഖവും പറിച്ചു. ഹമാസിന് പിന്നെ ആയുധമില്ല. ഇപ്പോൾ ഇവർ പറയുന്ന കരാർ അനുസരിച്ചാണ് 72 മണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന നിബന്ധനകൾ പാലിക്കണം. 72 മണിക്കൂറാണ്. അതായത് 72 മണിക്കൂറാണ്. 72 മണിക്കൂറിനകം നിരുപാധികം കീഴടങ്ങി തിരിച്ച് പലസ്തീൻ ജയിലിൽ കിടക്കുന്നതിനെ വിട്ടുകൊടുക്കുന്ന കാര്യം കരാറിലില്ല. ഇനി അത് ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ മഹാമനസ്കത തോന്നിയിട്ട് പലരും കൊടുത്താലായി. കരാറിൽ നേരത്തെ ഒരു ബന്ദിക്ക് വേണ്ടി 1000 പേരെയൊക്കെ ചോദിക്കുമായിരുന്നു. ഇതിപ്പോൾ 72 മണിക്കൂർ കഴിഞ്ഞ് വിട്ടുകൊടുത്താൽ ഒരുപക്ഷെ നേരത്തെ പിടിച്ചോണ്ട് പോയി ജയിലിട്ടവരെയൊക്കെ വിട്ടുകൊടുക്കുമായിരിക്കും. ചിലപ്പോൾ കൊടുത്തേക്കാം. വെറുതെ തെറ്റി പോകേണ്ട കാര്യമില്ല. കാരണം ഹമാസ് ആയുധം താഴെ വെച്ചാൽ ഹമാസിന്റെ പല്ലും നഖവും പറിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഈ പലസ്തീനിൽ ജയിലിൽ കിടക്കുന്ന മുഴുവൻ പലസ്തീനികളെ വിട്ടുകൊടുത്താലും പ്രശ്നമില്ല. അപ്പോൾ 72 മണിക്കൂറിനുള്ളിൽ ഹമാസിന്റെ ജാതകം തീരുമാനിക്കപ്പെടുകയാണ്. ഹമാസ് ഇനി ഉണ്ടാകുമോ? ഹമാസ് ഉണ്ടെങ്കിൽ തന്നെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുമോ? ഇതാണ് ഇപ്പോൾ ലോകത്തുണ്ടാവുന്ന ചിത്രം. ഏതായാലും നെതന്യാഹു
ഈ പറയുന്ന പോലെ നെതന്യാഹു പറയുന്നത് ഞങ്ങളുടെ കൂടെ യഹോവയുടെ കവചം ഞങ്ങൾക്കുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ വന്ന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സമ്പൂർണ്ണമായും ഹമാസിനെ ഫിനിഷ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് ഞാനതാ പറയുന്നത്, ഇന്നലെ നെതന്യാഹു മാപ്പ് പറഞ്ഞു, അപ്പോളജൈസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കാമ്പയിൻ നടത്തുന്നവർ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ സുടുക്കളുടെ ശബ്ദമില്ല. അപ്പോൾ സിനിമ തോന്നുന്നുണ്ടോ ഹമാസ് കീഴടങ്ങുന്നു? ഇല്ല. കാരണം ഹമാസ് കീഴടങ്ങിയ പിന്നെ തീർന്നല്ലോ. അപ്പോൾ അവർക്ക് ആ ഭീകരതയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ചിലരുടെയൊക്കെ ആവശ്യമാണ്. അവർക്ക് നിലനിൽപ്പ് ഉണ്ടാകേണ്ടത് അവരുടെ അല്ല. അവരുടെ പുസ്തകത്തിൽ എങ്ങനെയാണ് പറയുന്നത്? അതാണ് കാര്യം. കൊന്നുകൊണ്ടേയിരിക്കും. ജൂതനെ കൊല്ലണ്ടേ? അവസാനത്തെ ജൂതനെ വരെ കൊല്ലണ്ടേ? അപ്പോൾ പിന്നെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഇതിനകത്തൊരു വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്ത്യ അടക്കം ഉള്ള രാജ്യങ്ങളിൽ ഈ ഇസ്ലാമിസ്റ്റുകളുടെ വീരപുരുഷന്മാരായിരുന്ന ഹമാസിന് 72 മണിക്കൂറിന് ശേഷം ഹമാസിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അല്ല, 72 മണിക്കൂർ ശേഷം ഇപ്പോഴും ഹമാസ് ഇതിൽ ഒപ്പിട്ടിട്ടില്ല. അല്ല, ഒപ്പിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താ? അതിഭീകരമായ ആക്രമണമായിരിക്കും. കൊന്നു തീർക്കുക എന്നുള്ള. കാരണം ഇസ്രായേലിന് ഇഷ്ടം പോലെ ചെയ്യാം എന്ന് പറഞ്ഞല്ലോ. 72 മണിക്കൂറിനുള്ളിൽ ഹമാസ് ഒപ്പിടാൻ തയ്യാറായി വന്നില്ലെങ്കിൽ, 2 പാർട്ടികളിൽ ഇസ്രായേൽ സമ്മതിച്ചു ഞങ്ങൾക്ക് ഓക്കെയാണ്, ഹമാസ് സമ്മതിച്ചില്ലെങ്കിൽ ഇസ്രായേലിന് സ്വന്തം വഴി തേടാം എന്നീ കരാറിൽ വ്യവസ്ഥയുണ്ട്. ഈ ഒത്തുതീർപ്പ് ഫോർമുലയിൽ വ്യവസ്ഥയുണ്ട്. അപ്പോൾ പിന്നെ അമേരിക്കയ്ക്ക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇസ്രായേലിൻ്റെ കൂടെ നിന്ന് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് നടക്കുന്നതിനേക്കാളും ഭീകരമായ ഷെല്ലാക്രമണവും ബോംബാക്രമണവും ഒരുപക്ഷെ ഹമാസിന് നേരെ ഗാസയിൽ നടക്കാൻ പോവുകയാണ്. കലാശക്കൊട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അപ്പോൾ ഹമാസിൻ്റെ കേരളത്തിലെ അംബാസഡർമാരുണ്ടല്ലോ, ഇനി എന്ത് പറയുന്നു നമുക്ക് കാത്തിരിക്കാം. എന്തായാലും അടുത്ത തൃത്താല പൂരത്തിന് കൂടുതൽ ആനകൾ വേണ്ടി വരും. പൂരമല്ലോ, ഉറൂസ്. അതെ, ഉറൂസ്. തൃത്താല ഉറൂസിന് കൂടുതൽ ആനകളെ വേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.